IPSCയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മോടൊപ്പം ഉള്ളത് ലെക്ചർ ഇൻ പോളിടെക്നിക് മെക്കാനിക്കൽ എക്സാമിനേഷനിൽ 1ാം റാങ്ക് കരസ്ഥമാക്കി ജോലിയിൽ പ്രവേശിച്ച ബിജോയ് ദാസ് UR സാർ. സോ വെൽക്കം സർ. ആദ്യമായിട്ട് സാറിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? സാറിന്റെ ക്വാളിഫിക്കേഷൻ, നേരത്തെയുള്ള ജോലി, ഈ കാര്യങ്ങളൊന്ന് ഓഡിയൻസിന് വേണ്ടി ഒന്ന് പറയാം. നമസ്കാരം, എൻ്റെ പേര് ബിജോയ്. ഞാൻ ബേസിക്കലി ബിടെക് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അതിനുശേഷം ഞാൻ മാസ്റ്റർ ഡിഗ്രി എടുത്തു. അത് മാനുഫാക്ചറിംഗ് എടുത്തത് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് എടുത്തത്. കറൻ്റ്ലി ഞാനിപ്പോൾ ലെക്ചറായിട്ട് വർക്ക് ചെയ്യാണ്. ശ്രീരാമ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ തൃപ്തിയാറ് മെക്കാനിക്കൽ വിഭാഗം ലെക്ചറായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്ത് വരികയാണ്. അതുപോലെ തന്നെ സാർ, ഈ ഒരു ഡ്രീം ജോലിയിലേക്ക് സാറ് പ്രവേശിക്കുന്ന യാത്ര കഠിനമായിരിക്കും എന്ന് എന്തായാലും അറിയാം. സാറിന്റെ ഒരു വിജയ രഹസ്യം എന്താണ്? വിജയ രഹസ്യം എന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന പരസ്യമായ രഹസ്യം തന്നെയാണത്. എന്താ, ഹാർഡ് വർക്ക്. എല്ലാവരും നന്നായിട്ട് ഹാർഡ് വർക്ക് ഇട്ടാൽ മാത്രമാണ് നമുക്കത് ലഭിക്കുക. നമ്മുടെ ഉള്ളിലൊരു പാഷൻ ഉണ്ട്, അത് എത്തിച്ചേരണം, വേണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഹാർഡ് വർക്ക് വരികയും നമ്മളത് ചെയ്യുകയും ചെയ്യും. അപ്പോൾ മാക്സിമം ഹാർഡ് വർക്കോടെ പ്രയത്നിക്കുക, ഒരു ഡെസ്റ്റിനിലോട്ട് എത്തുക. അത് തന്നെയാണ് അതിനകത്തുള്ളൊരു ഇത്. അല്ലാതെ വേറൊരു വിജയമന്ത്രങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ സാറിന്റെ ഈ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, അത് ഒരു ലോങ് ടേം സ്ട്രാറ്റജി ആയിരുന്നോ, അതോ ഷോർട്ട് ടേമിൽ ഒരു കിട്ടിയ സമയത്തിനുള്ളിൽ പഠിച്ച് ആ ഒരു വിജയം കരസ്ഥമാക്കിയതാണോ? ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്പെസിഫിക് എക്സാമിന് ഒരു ഷോർട്ട് ടൈം ആണ് പോലും. പക്ഷെ ഞാൻ ഓൾറെഡി സബ്ജക്റ്റ് ആയിട്ടൊരു കോൺടാക്റ്റ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു. കാരണം എൻ്റെ എംടെക്കിന് ശേഷം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് PSCക്ക് വേണ്ടി ഓരോ എക്സാമുകൾക്ക് എഴുതുമായിരുന്നു. അപ്പോൾ ഓരോ പോസ്റ്റുകൾ കയറുമ്പോൾ അതിന് ഹയറിലോട്ട് ഇങ്ങനെ എഴുതി വരുന്നുണ്ട്. ഒരു 17 തൊട്ട് ആ ഒരു കാലയളവ് 21 വരെ എനിക്ക് ഓൾറെഡി ചെറിയൊരു കോൺടാക്റ്റ് എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ ടീച്ചിങ് ഫീൽഡാണ് കൂടുതൽ ഞാൻ നിന്നാക്കുന്നത്. അപ്പോൾ അത്യാവശ്യം സബ്ജക്റ്റ് എപ്പോഴും കോൺടാക്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരു 4 months ആണ് ഞാൻ കൂടുതലും ഇതിനു വേണ്ടി എഫേർട്ട് ഇട്ടത്, ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ. അതൊരു ആക്ച്വലി ഒരു ഷോർട്ട് ടൈം പ്ലാൻ തന്നെയായിരുന്നു. ഷോർട്ട് ടൈം അല്ലാത്തൊരു ഹറിബറിയിലായിരുന്നു, എല്ലാം കൂടി ഒന്ന് കവറപ്പ് ചെയ്ത രീതിയിലായിരുന്നു പോകുന്നതായി. സാർ, ഈ ഒരു ഷോർട്ട് ടേമില് ഈ ഒരു പോളിടെക്നിക് ലെക്ചറിന്റെ വാസ്റ്റ് സിലബസ് സാർ എങ്ങനെയാണ് കവർ ചെയ്തത്? അതൊരു സ്ട്രഗിൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ആ സ്ട്രഗിൾ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? അതൊത്തിരി സ്ട്രഗിൾ ആയിരുന്നു. കാരണം പോളിടെക് ലെക്ചർ എന്ന് വെച്ചാൽ ഒരു മൾട്ടി ഡിസിപ്ലിനറി പോലെയായിരുന്നു. അതായത് നമുക്കൊരു 75 മാർക്ക് മെക്കാനിക്കലിന്റെയും, പിന്നെ ഇലക്ട്രോണിക്സ് പഠിക്കണം, ഇലക്ട്രിക്കൽ പഠിക്കണം, സിവിൽ പഠിക്കണം, കൂടാതെ എഞ്ചിനീയർ മാത്സും പഠിക്കണം. അപ്പോൾ അത്യാവശ്യം എല്ലാ എഞ്ചിനീയറിംഗിന്റെ ഒരു വാസ്റ്റ് ഏരിയ നമുക്ക് കവർ ചെയ്യണമായിരുന്നു. എൻ്റെ മുന്നിലാണെങ്കിൽ ആകെ ഒരു 4 മാസം ഹാർഡ്ലി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം ഒരു 1 month സിലബസ് ഫുള്ള് ഏകദേശം കംപ്ലീറ്റ് ചെയ്തു. സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് സിലബസ് അത്യാവശ്യം ഫുള്ളും കവർ ചെയ്തു. അതിനുശേഷം ഒരു തവണ റിവിഷൻ ചെയ്തു. അതിനുശേഷം എനിക്ക് ആദ്യമായിട്ടൊരു എക്സാം വരുന്നത് ആ ടൈമിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്നൊരു എക്സാം ഉണ്ടായിരുന്നു. അതപ്പോൾ എൻ്റെ ഞാൻ സിംപ്ലി ഒരു ഫസ്റ്റ് ഒരു ട്രയൽ അറ്റംപ്റ്റ് പോലെ ഒരു പ്രാക്ടീസ് ആയിരുന്നത്. അതിന് എനിക്ക് റാങ്ക് 17 ആണ് വന്നത്, ഓർമ്മ. അതിനുശേഷം രണ്ടാമത് എനിക്കൊരു അസിസ്റ്റന്റ് റിയേഷൻ്റെയും ഒരു ഫാക്ടറി ആൻഡ് ബോർഡ് ഇൻസ്പെക്ടറിൻ്റെയും വന്നു. അപ്പോൾ അത് ഞാനിതുപോലെ കംപ്ലീറ്റ് റിവൈസ് ചെയ്തിട്ട് തന്നെ അറ്റംപ്റ്റ് ചെയ്തു. അതപ്പോൾ എൻ്റെ ഒരു 4ാമത്തെ ഒരു റിവിഷൻ ആയിട്ട് കഴിഞ്ഞിട്ടുള്ള എക്സാം ആയിരുന്നു. അപ്പോൾ എനിക്കൊരു ഫാക്ടറി ആൻഡ് ബോയിലേഴ്സിന് റാങ്ക് 9ഉം പിന്നെ അസിസ്റ്റന്റ് ഇറിഗേഷൻ 13 റാങ്കാണ് വന്നത്. ഇതിനും കൂടി ബെറ്റർ ആയിട്ട് വന്നു. പിന്നെ ഞാൻ മെയിൻ ഫോക്കസ് ചെയ്ത എക്സാം പോളി കൂടാതെ തന്നെ സിസ്റ്റം ബ്രൗസർ മെക്കാനിക്കലും ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത എക്സാം ആയിരുന്നു. അപ്പോൾ ആ സിസ്റ്റം ബ്രൗസറിൻ്റെ എക്സാമാണ് പിന്നെ എനിക്ക് അടുത്ത് വന്നത്. ആ ടൈമിൽ അത് അത്യാവശ്യം മെക്കാനിക്കലിൻ്റെ കോർ നല്ല ടൈറ്റ് ആയിട്ടുള്ള എക്സാം ആയിരുന്നു. അതിനകത്ത് എനിക്ക് 3ാമത്തെ റാങ്കാണ് ലഭിച്ചത്. അപ്പോഴേക്കും ഒരു 5ാമത്തെ റിവിഷൻ കഴിഞ്ഞു. നമ്മുടെ പോളി ലെക്ചർ ആണെന്ന് വെച്ചാൽ പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് എക്സാം വരുന്നത്. അപ്പോഴേക്കും ഒരു 6ാമത്തെ റിവിഷൻ ആയപ്പോഴാണ് ഞാൻ പോളി ലെക്ചർ അറ്റംപ്റ്റ് ചെയ്യുന്നത്. അതിനാണ് എനിക്ക് 1ാം റാങ്ക് ലഭിച്ചത്. അപ്പോൾ ആ ഷോർട്ട് സ്പാനിലും ഞാൻ മാക്സിമം റിവിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
പിന്നെ കൂടാതെ ഈ അതർ സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടി എൻ്റെ ഫ്രണ്ട് സർക്കിൾ കുറെ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ സിവിലിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എംടെക്കിൽ ഉണ്ടായിരുന്ന ആദർശ് എന്ന ഫ്രണ്ട്, ഇലക്ട്രിക്കലിൽ എൻ്റെ ഫ്രണ്ട് LP മിഷാമിസ്, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സിന് റിയാസ് സാർ എന്നൊരു സാർ ഉണ്ടായിരുന്നു, മെക്കാനിക്കൽ സെറിം മിസ്, അതുപോലെ വേറൊരു അരുൺ സാറ്. അവരെല്ലാവരും ഇങ്ങനെ കുറെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. പിന്നെ അതുപോലെ കോറ് മെക്കാനിക്കൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സഞ്ജയ് സാർ ഉണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാവരും ഇങ്ങനെ കോണ്ടാക്റ്റിലുള്ളതുകൊണ്ടും കുറെ ഡൗട്ടൊക്കെ അവരെല്ലാം ക്ലിയർ ചെയ്തും എല്ലാം കൂടി ഒരു കംപ്ലീറ്റ് സിങ്ങിനകത്ത് അറ്റംപ്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നത്. അതുപോലെ തന്നെ സാർ, ഇങ്ങനെ ഒരു എക്സാമിനേഷനിൽ ഗൈഡൻസ് അതുപോലെ മെന്റർഷിപ്പ് സപ്പോർട്ട് ഇതിനുള്ള പ്രാധാന്യം എത്രത്തോളമാണ്? കാരണം മിക്ക കുട്ടികളും തന്നെ പഠിക്കാം അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡി എന്നൊരു മാർഗവും കൂടെ അവർ ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഗൈഡൻസ് ആൻഡ് മെന്റർഷിപ്പ് എത്രത്തോളം ഒരു റാങ്കിലേക്ക് എത്തിച്ചേരാനായിട്ട് ഒരാളെ സഹായിക്കും? അത് വളരെയധികം നമുക്കൊരു ഗുണമുള്ള കാര്യമാണ്. കാരണം ഗൈഡൻസ് എന്തായാലും തീർച്ചയായിട്ടും വേണം. കാരണം പുറത്തുനിന്ന് ഒരാൾ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതെങ്ങനെ പ്രിപ്പയർ എന്നുള്ള ഒരു ഐഡിയ ഒട്ടും ഉണ്ടാവില്ല. ഒരു ഗൈഡൻസ് എന്തായാലും നമുക്ക് നല്ലതാണ്. ഒരു IT ലെവൽ എക്സാമിന് പഠിക്കുന്നത് പോലെയല്ല ഒരു ഡിപ്ലോമ ലെവലിലുള്ള പരീക്ഷയ്ക്ക് പഠിക്കുന്നത്. അതുപോലെ ഡിപ്ലോമ ലെവലിൽ പഠിക്കുന്നതല്ല ബിടെക്കിന് പഠിക്കുന്നത്. ബിടെക് ലെവലിലുള്ള പരീക്ഷ പോലെയല്ല അസിസ്റ്റന്റ് പ്രൊഫസർ പോലെ എംടെക് ക്വാളിഫിക്കേഷൻ കോഴ്സിന് പഠിക്കുന്നത്. അപ്പോൾ ഒരു കോച്ചിങ് സെന്റർ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു ഗൈഡൻസ് കിട്ടും, ഒരു പാത്ത് കിട്ടും. കറക്റ്റ് ഏത് റൂട്ടിൽ കൂടി പോകണം, ഏതാണ് നമ്മുടെ ഏറ്റവും ആപ്റ്റായ വഴി, അപ്പോൾ ഏത് ലെവൽ വരെയും പഠിക്കണം, ഏതെല്ലാം ടെസ്റ്റുകൾ നമ്മൾ എടുക്കണം, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി എന്തായാലും നമുക്ക് വളരെയധികം ഉപകരിക്കും. അപ്പോൾ ഒരു ഗൈഡൻസിന് എന്തായാലും ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ മെന്റർഷിപ്പ് ആയാലും നമ്മളൊരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ആയിരിക്കും. ആ സമയത്ത് ഒരു നല്ലൊരു മെന്റർ കിട്ടുന്നത് വളരെയധികം നമുക്ക് ഗുണകരമായിരിക്കും. കാരണം ഞാൻ ഒരു സ്റ്റഡി ടൈമിനകത്ത് ഒത്തിരി പ്രഷറൈസ്ഡ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിരുന്നു. ആ സമയത്ത് നമുക്കൊരു മെന്റർ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തിരി കൂടി സപ്പോർട്ടീവ് ആയിരിക്കും എന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മെന്ററിന്റെ ഒരു ഹെൽപ്പ് അന്നേരം കിട്ടിയെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത്രയും കൂടി നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ സാർ, ഈ പ്രിപ്പറേഷനിൽ മോക്ക് ടെസ്റ്റുകൾക്കുള്ള പ്രാധാന്യം എത്രത്തോളമാണ്? സാറിനെ എത്രത്തോളം മോക്ക് ടെസ്റ്റുകൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? മോക്ക് ടെസ്റ്റുകൾ നമുക്ക് നമ്മുടെ ആക്യുറസി ലെവൽ കൂട്ടാൻ, അല്ല കറസ്പോണ്ടിങ് അറ്റംപ്റ്റിന്റെ സ്പീഡ് കൂട്ടാനൊക്കെ വളരെയധികം ഉപയോഗകരമാണ്. കാരണം വെച്ചാൽ ഞാൻ ആ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് തൊട്ടിട്ട് പാരലായിട്ട് എല്ലാ ദിവസവും മോക്ക് അറ്റംപ്റ്റ് ചെയ്യേണ്ടായിരുന്നു. അല്ലെങ്കിൽ സബ്ജക്ട് വൈസ് മോക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഫുൾ ടെസ്റ്റിലുള്ള മോക്കുകൾ എന്ത് ചെയ്യും അറ്റംപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ സ്പീഡ് അത്യാവശ്യം ഇങ്ങനെ കയറി വരാൻ നമുക്ക് മനസ്സിലായി വരും. അറ്റംപ്റ്റ് നമുക്ക് ഫുൾ ലെങ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ടൈം കൂടി കിട്ടുന്നു. അതുപോലെ വീണ്ടും സെക്കൻഡ് റൗണ്ടിൽ പോകാനുള്ള ടൈം കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ ആക്യുറസി ലെവൽ നമുക്ക് എന്ത് ചെയ്യാം കൂടി വരണ പോലെ നമുക്ക് ഫീൽ ചെയ്യാം. പിന്നെ അത്യാവശ്യം കുറേ മോക്കുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഡെയിലി 1-2 മോക്കുകൾ എല്ലാ റിവിഷൻ ഡേയ്സിലും ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പോകുമായിരുന്നു ഒരു ടൈം ടേബിൾ ഒക്കെ വെച്ചിട്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആ എക്സാമിൽ നമുക്ക് ആ കുറച്ചുകൂടി ആ 1 hour 30 minutes നമുക്ക് മാനേജ് ചെയ്യാൻ ഒത്തിരി ഹെൽപ്പ് ആവും. നമുക്ക് ഒരു 2 റൗണ്ട് 3 റൗണ്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ വേണ്ടി ആ മോക്ക് ടെസ്റ്റ് ഒത്തിരി ഉപകാരമാണ്. അടുത്ത ചോദ്യം സാറിന്റെ ഇന്റർവ്യൂവിനെ പറ്റിയാണ്. സാറിന്റെ ഇന്റർവ്യൂ എങ്ങനെയായിരുന്നു? ടഫ് ആയിരുന്നോ അതോ മോഡറേറ്റ് ആയിരുന്നോ? അതുപോലെ ഇന്റർവ്യൂവിൽ ഒരാള് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആ കേരള PSC ഇന്റർവ്യൂ എന്ന് വെച്ചാൽ അങ്ങനെ അത്രയും ടഫ് ആയിട്ടുള്ള ഇന്റർവ്യൂ ഒന്നല്ല. അത്യാവശ്യം നല്ല ഫ്രീ ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഇന്റർവ്യൂ ആണ്. മറ്റു ഇന്റർവ്യൂലൊക്കെ അറ്റൻഡ് ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം ഫ്രീ ആണ്. ഞാനൊരു 13ഓളം PSC ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡാണ് ഒരു ഒരു ചെക്ക് ചെയ്യണത്. കൂടാണ്ട് ഒരു ചെറിയ സബ്ജക്ട് നോളജും ഉണ്ടാവണം. നമ്മൾ അധികം ടെൻസ്ഡ് ആയിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. അവിടെയാണെങ്കിൽ നമുക്കൊരു 3 പേര് മിനിമം ഉണ്ടാവും. ഒന്ന് PSC മെമ്പർ ആയിരിക്കും. മെമ്പർ നമ്മളെ കുറിച്ച് ബയോഡാറ്റയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എങ്ങനെ ചോദിക്കാം. നമ്മളൊന്ന് ഫ്രീ അപ്പ് ആവാനുള്ളൊരു ടൈം പീരീഡ് ആയിരിക്കും, കൂൾ ടൈം ആയിരിക്കും അത്. അത് കഴിഞ്ഞ ശേഷം രണ്ടാമത് നമ്മുടെ ഒരു സബ്ജക്ട് എക്സ്പെർട്ട് ആയിട്ട് ആ കറസ്പോണ്ടിങ് ഫീൽഡിനകത്തുള്ള ഏതെങ്കിലും ഒരു സാറുമാരായിരിക്കും വരിക. അത് നമ്മൾ ടെക്നിക്കൽ ചോദ്യം ചോദിക്കും. ഒരു ഇൻഡെപ്ത് ക്വസ്റ്റ്യൻ ഒന്നും ആയിരിക്കില്ല. നമുക്കുള്ളൊരു ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് ആൻസർ ചെയ്യാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസേ ചോദിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് അറിയാവുന്നത് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാം അവിടെ സ്റ്റേറ്റ് ചെയ്യുക. അവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ പറഞ്ഞാൽ തന്നെ അവർ ഹാപ്പി, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ അടുത്ത മൂന്നാമതൊരു ഡിപ്പാർട്ട്മെന്റിലൊരു ഹെഡിൽ ഒരാളായിരിക്കും. അവർ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. നമ്മളിപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റ് ജോയിൻ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ വരുന്നത് എന്ന് അറിയാൻ വേണ്ടി മാത്രം
ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ സാറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റ് വിഷൻ എന്താണ്, മിഷൻ എന്താണ്, ഈ ഡിപ്പാർട്ട്മെന്റ് ഏത് മിനിസ്റ്റർ കീഴിൽ വരുന്നു, എന്താണ് അവരുടെ ജോബ് നേച്ചർ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ PSCയുടെ അത്യാവശ്യം നമുക്ക് അറ്റംപ്റ്റ് ചെയ്താൽ ഒരു 12-13 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. അത്രയും എക്സ്ട്രീമായിട്ട് അറ്റൻഡ് ചെയ്താൽ മാത്രം ഒരു 14 എന്ന സ്കോറിലോട്ട് വരെ നമുക്ക് എത്തിക്കാൻ പറ്റും. അതുപോലെ സർ, ഈ PSC എക്സാമിനേഷൻ അറ്റംപ്റ്റ് ചെയ്യുന്ന മിക്ക ആൾക്കാരും ജോലി ഉള്ളവരോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു ഫാമിലി ഒക്കെ ഫാമിലിയുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നടത്തുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. പലപ്പോഴും അവർ പറയുന്ന ഒരു എക്സ്ക്യൂസ് അവർക്ക് സമയമില്ല, അല്ലെങ്കിൽ വേക്കൻസി കുറവാണ്, ഇത്രയും പഠിച്ചു കഴിഞ്ഞാലും കിട്ടുമെന്ന് ഉറപ്പില്ല. അപ്പൊ ഇതിനു വേണ്ടി എന്തിന് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഇത്രയും അവേഴ്സ് ഇരുന്ന് പഠിക്കണം എന്നുള്ള ചോദ്യം പലരും ചോദിക്കാറുണ്ട്. ഇങ്ങനെ പഠിത്തത്തിൽ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരോട് ഒരു റാങ്ക് ഹോൾഡർ എന്ന നിലയിൽ സാറിന് എന്ത് അഡ്വൈസ് ആണ് കൊടുക്കുക? അഡ്വൈസൊക്കെ അതൊന്നും പറയാനുള്ളൂ. നമുക്ക് വേണ്ടെന്ന് വെക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ടാവും. പക്ഷെ വേണമെന്ന് വെക്കാൻ ആകെ ഒറ്റ ഇതുള്ളൂ. നമുക്ക് എന്താ ജോലിയോടുള്ള അത്രയധികം ഉള്ളൊരു പാഷൻ, ആ ഒരു ലൈഫ് സ്റ്റൈൽ ഡെസ്റ്റിനിലോട്ട് എത്തിച്ചേരാനുള്ള അതിയായ ആഗ്രഹം, ആ ഒരു കനല് ഉള്ളിലുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഇതിനു വേണ്ടി പ്രയത്നിക്കും. ഇപ്പൊ ഞാൻ പ്രിപ്പയർ ടൈമിൽ ഒത്തിരി സ്ട്രഗ്ലിംഗ് ടൈം ആയിരുന്നു. ആ ടൈമിൽ അപ്പോൾ വർക്കിംഗ് കൂടിയായിരുന്നു. അപ്പോൾ ആ സ്ട്രഗിൾ ടൈമിൽ നമുക്ക് വേണമെന്നുള്ള ഒറ്റ ആഗ്രഹം കൊണ്ട് മാത്രമാണ് നമ്മൾ എന്താ ഡേ നൈറ്റ് കളഞ്ഞ് നമ്മുടെ ഉറക്കമൊക്കെ സാക്രിഫൈസ് ചെയ്ത് നമ്മൾ എന്താ കൂടുതൽ പ്രിപ്പയർ ചെയ്ത് എങ്ങനെയെങ്കിലും നേടിയെടുക്കണം എന്നുള്ളത്. ഒരു അതിയായ ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടോ നമ്മളവിടെ എത്തും. അപ്പോ അത് നമ്മള് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചിരിക്കും. ഇപ്പൊ നമ്മൾ പ്രയോറിറ്റി നമുക്ക് പല കാര്യങ്ങൾക്ക് കൊടുക്കാം. ഏതിനാണ് നമ്മൾ പ്രയോറിറ്റി ചെയ്യുന്നത് അതിലേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണത്. അവസാനമായി സാറിന്റെ ഈ ഒരു അച്ചീവ്മെന്റിൽ സാറിന് ആരോടൊക്കെയാണ് നന്ദി പറയാനായിട്ടുള്ളത്? നന്ദി പറയാനാണെങ്കിൽ എനിക്ക് എൻ്റെ ദൈവത്തോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത്. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന ടൈമിനകത്ത് ഞാൻ പറഞ്ഞില്ല, ഒരു പ്രഷർ കുക്കർ അവസ്ഥയിൽ നമ്മൾ ആകെ പ്രഷറൈസ്ഡ് ആയിരിക്കും. ചെറിയൊരു കാര്യം പോലും മൈൻഡിലോട്ട് നമ്മൾ സ്വിങ് ചെയ്യും. മൈൻഡ് നമ്മൾ ഓൾറെഡി ഹൈലി ടെൻസ്ഡ് ആയിരിക്കും. ഇപ്പം ഞാൻ ഇത്തിരി കൂടി ടെൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ കൂടുതലും പഠിക്കുമ്പോൾ സമയത്ത് ആ എക്സാം ടൈമിലൊക്കെ നമുക്ക് മൈൻഡ് ആയി കൺട്രോൾ ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ സമയത്ത്. അപ്പോൾ ഞാൻ അതിനൊരു സൊല്യൂഷനായിട്ട് കണ്ടത് വൈകുന്നേരങ്ങളിൽ ഒരു അമ്പലങ്ങളിലെല്ലാം പോയിട്ട് വൈകുന്നേരം കുറച്ച് നേരം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്യും. വേറെ ഒന്നുമല്ല, ഒരു സൊല്യൂഷൻ കിട്ടുന്നില്ല. അവിടെ ചെന്ന് നമുക്കൊന്ന് കുറച്ചൊന്ന് റിലാക്സ്ഡ് ആക്കാം. നമ്മുടെ പ്രഷറൈസ് ഒന്ന് കുറച്ച് നമ്മൾ ജസ്റ്റ് ഒരു കൺട്രോൾ സ്റ്റേറ്റിലോട്ട് എത്തിക്കാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങൾക്കും എന്താണ് എന്തൊരു ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ടായിട്ട് ഒരു ദൈവത്തിന്റെ ഒരു സാന്നിധ്യമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ജഗദീശനാണ് എന്നും നന്ദി അറിയിക്കുന്നത്. ഓക്കെ സർ. സോ ഇത്രയും നേരം നമുക്ക് വേണ്ടി ഒരു ഇന്റർവ്യൂ തന്നതിനും ടൈം സ്പെൻഡ് ചെയ്തതിനും സാറിനോട് നന്ദി പറയുന്നു. സാറിന് ഇനി മുന്നോട്ടുള്ള സാറിന്റെ യാത്രകളിലും എഴുതുന്ന എക്സാംസിലും എല്ലാം സാറിന് വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. PSCയുടെ ഭാഗത്തു നിന്നും എല്ലാവരുടെ ഭാഗത്തു നിന്നുമുള്ള നന്ദിയും എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്.